മോർണിംഗ് ഓൾ ഹലോ ദിവസം രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 4 ദിവസത്തെ നെഗറ്റീവായ ഒരു മൂവ്മെന്റിന് ശേഷം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത ഒരു ദിവസമാണ്. ഗംഭീര റാലിയൊന്നും നടത്തിയില്ല, എങ്കിലും ജസ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവായിരുന്നു, ഫിൻ നിഫ്റ്റിയും നെഗറ്റീവായിരുന്നു. ഇറാൻ ന്യൂസ് യുദ്ധ അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ടെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാന അപ്ഡേറ്റ്. എന്നാൽ ഈ ആണവ കരാറിൽ യാതൊരു ധാരണയും ഇതുവരെ ആയിട്ടില്ല എന്നും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ട്രംപ് ഇന്ന് ചൈനീസ് പ്രസിഡന്റ് നെ കാണാനായിട്ട് ബെയ്ജിങ്ങിലെത്തി. ഇറാനും സ്ട്രൈറ്റ് ഓഫ് ഹോർമുസും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരിക്കും. അപ്പോൾ അമേരിക്ക ഈ ഒരു യുദ്ധത്തിന് ചൈനയുടെ സഹായം തേടിയല്ല, മറിച്ച് ചൈനയെ പ്രഷർ ചെയ്യുകയാണ്. ഈ ഇറാൻ്റെ ആ ഒരു തീരുമാനങ്ങളിൽ ചൈനയ്ക്ക് വലിയ ഒരു സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച പോലെ തന്നെ ചൈനയും ഈ ഒരു യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതായിരിക്കാം ഈ ഒരു ട്രംപിൻ്റെ ആവശ്യം. ഇതിനിടെ അമേരിക്ക പുതിയ ആക്രമണം നടത്തിയാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു. ടെഹ്റാനിൽ വലിയ സൈനിക ഡ്രില്ലുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇറാൻ ഇപ്പോൾ ക്യാപ്ഷ്യൻ സീ, റെയിൽ മാർഗം തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാകിസ്ഥാൻ തുർക്കി അതിർത്തി വഴി വ്യാപാരവും എണ്ണ കയറ്റുമതിയും തുടരുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. പിന്നീട് ഇറാൻ്റെ ഒരു ഫണ്ട് റൈസ്, അതിന് എഗെയിൻസ്റ്റായിട്ട് ഒരു 15 മില്യൺ റിവാർഡ് US പ്രഖ്യാപിച്ചു. ഇത് IRGCയുടെ ഫണ്ടിങ് തടയാനായിട്ട് ഇത് കാരണമാകുമെന്നുള്ള ഒരു കാര്യമുണ്ട്. കൂടാതെ തന്നെ ഈ അമേരിക്കൻ സെനറ്റിൽ ട്രംപിന് ഇറാൻ യുദ്ധം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അത് പരാജയപ്പെട്ടു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഈ ഒരു യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള പ്രധാന അപ്ഡേറ്റ് ഉള്ളത്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്, നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വളരെ ഫ്ലാറ്റായ രീതിയിലാണ് US മാർക്കറ്റുകളെല്ലാം തന്നെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 1.2 പോസിറ്റീവായിരുന്നു, ഡോ എന്ന നെഗറ്റീവായിരുന്നു. അതിന് മുകളിൽ 3 യൂറോപ്യൻ മാർക്കറ്റിന് പ്ലസ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4690, സിൽവർ 88, ബിറ്റ്കോയിൻ 79000, ബിറ്റ്കോയിൻ ഒന്ന് ഇടിഞ്ഞു, 1.5% ഇടിഞ്ഞു. നിഫ്റ്റി 23549, നിഫ്റ്റി ഫ്യൂച്ചർ 23480 ആയിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് അപ്പ്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ടും HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ റിസൾട്ട്, JSW സ്റ്റീൽ, IRFCയുടെ റിസൾട്ട് ഇന്നുണ്ട്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, വോൾട്ടാസ്, ഹഡ്കോ, അപ്പോളോ ടയേഴ്സ്. ഇതാണ് മുൻനിര മിഡ് ക്യാപ്പ് കമ്പനീസ്. ഇതല്ലാതെയും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിന് മുമ്പ് ഈ വീക്കെൻഡാണ് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മുടെ ബേസിക്കിൻ്റെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ക്ലാസ്സുകളുള്ളത്. ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് പോകുമ്പോൾ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. എയർടെൽ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 34% ഇടിവുണ്ടായിട്ടുണ്ട്. 24 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടർ റിസൾട്ട് കയറിയിട്ടുണ്ട്, പക്ഷേ ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഇടിവ് രേഖപ്പെടുത്തി. ഓയിൽ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 62% വർധനവ് രേഖപ്പെടുത്തി 2424 കോടി രൂപ കരസ്ഥമാക്കി. ഭാരത് ഹെക്സാകോം നെറ്റ് പ്രോഫിറ്റ് 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 70% വർദ്ധിച്ചു. റവന്യൂ 22% വർദ്ധിച്ചു. ക്രോംപ്ടൺ ഗ്രേവ്സ് കമ്പനി നെറ്റ് ലോസാണ് കമ്പനി ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ 169 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ 533 കോടി രൂപ ലോസാണ്. സൈഡ് സ്ലൈസ് കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുകയാണെന്നുള്ള ന്യൂസുണ്ട്. NBCC കമ്പനി 131 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 41 കോടി രൂപ, 30% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. NLC ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 180% വർധനവ് രേഖപ്പെടുത്തി. മെട്രോപോളിസ് നെറ്റ് പ്രോഫിറ്റ് അവർ 29 കോടി രൂപയിൽ നിന്ന് 51 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാക്സ് എക്സൈറ്റ് കമ്പനി ഗുരുഗാവിൽ പുതിയൊരു 1200 കോടി രൂപയുടെ പ്രൊജക്റ്റ്, റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തു.
ബാജൽ പ്രൊജക്റ്റ് കമ്പനി പുതിയ സബ്സ്റ്റേഷൻ്റെ ഓർഡർ ലഭിച്ചു. സാഗർ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ തവണ ലോസ് മേക്ക് ചെയ്ത കമ്പനിയാണ്, ഇത്തവണ 87 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ഗ്ലോബൽ MSCA സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്കുള്ള ഇൻക്ലൂഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.